മലയാള സിനിമയുടെ മുഴുവൻ ബോക്സ് ഓഫീസ് കരുത്തും തെളിയിച്ചുകൊണ്ടാണ് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ആട് ഫ്രാഞ്ചൈസിയിലെ മൂന്നാം ഭാഗം തിയേറ്ററിൽ പ്രദർശനം തുടരുന്നത്. മാർച്ച് 19 തിയേറ്ററിലെത്തിയ ചിത്രം 5 ദിവസം പിന്നിടുമ്പോൾ തന്നെ 98 കോടിയിലധികമാണ് തിയേറ്ററിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത്. ഷാജി പാപ്പനായ ജയസൂര്യ എത്തുന്ന ചിത്രം താരത്തിന്റെ കരിയറിലെ ആദ്യ 100 കോടി എന്ന നേട്ടത്തിലേക്കാണ് അതിവേഗം കുതിച്ചു വീഴുന്നത്. മികച്ച പ്രകടനം തുടരുന്നതിനിടെ ചിത്രത്തെ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ദിലീപ് ചിത്രം ഫാഫാബായുമായി ബന്ധപ്പെടുത്തി ഒരുക്കിയ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. നോ ലോജിക് ഓൺലി മാറ്റേഴ്സ് എന്ന ടാഗ് ലൈനിലെത്തിയ ഫാഫാബ തിയേറ്ററിൽ പരാജയമായി മാറുകയായിരുന്നു. ദിലീപിന് പുറമെ മോഹൻലാലും ക്യാമിയോ റോളിൽ എത്തിയ ചിത്രം തിയേറ്ററിൽ അസഹനീയമാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു. ലോജിക് നോക്കേണ്ടെന്നാണ് അണിയറ പ്രവർത്തകർ മുൻകൂർ ജാമ്യമെടുത്തെങ്കിലും ചിത്രത്തിലെ സീനുകളൊന്നും തന്നെ യാതൊരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാനാകില്ലെന്നായിരുന്നു പ്രേക്ഷകരുടെ പ്രതികരണം. ആ സാഹചര്യത്തിലാണ് മൂന്നാം ഭാഗമായി എത്തി തിയേറ്ററുകളിൽ വൻ വിജയം നേടുന്ന ആടിനെ നോ ലോജിക് ചിത്രത്തിൽ ഉദാഹരണമായി പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിക്കുന്നത്. 2015 പുറത്തിറങ്ങിയ ആട് ഒരു ഭീകരജീവിയാണ് തിയേറ്ററിൽ പരാജയമായിരുന്നെങ്കിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ പ്രേക്ഷകർ വലിയ രീതിയിൽ ചിത്രത്തെ ഏറ്റെടുക്കുകയായിരുന്നു. സാധാരണയായി കണ്ടുവരുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരുപിടി കഥാപാത്രങ്ങളും അവരുടെ മണ്ടത്തരങ്ങളും അടിസ്ഥാനമാക്കി ഒരുക്കിയ ചിത്രം തുടക്കം മുതൽ ഒടുക്കം വരെ ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ ആയിരുന്നു. 2017 പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഇതേ കഥാപാത്രങ്ങളെ അണിനിരത്തിക്കൊണ്ട് ചിരിയുടെ മാലപ്പറക്കം തീർക്കുകയായിരുന്നു. ആദ്യ ഭാഗത്തിനേറ്റ പരാജയത്തിന്റെ പരിശീലനം തീർത്ത അലകിയത് ആട് ടൂവിന് പ്രേക്ഷകർ തിയേറ്റർ വിടാൻ അനുവദിച്ചത്. നീടക്കൊലുവേലിയും കമ്മട്ടം തുടങ്ങിയ ഒരു വസ്തുവിന് പുറമെ നെട്ടോട്ടം പറയുന്ന ഒരുപിടി കഥാപാത്രങ്ങളെ മനോഹരമായി മിഥുൻ മാനുവൽ തോമസ് സ്ക്രീനിൽ അവതരിപ്പിച്ചു. ലോജിക്കുകളെല്ലാം മാറ്റിവെച്ച് ആസ്വദിച്ചിരുന്ന് കാണാൻ കഴിയുന്ന ഒരു നോൺ ലോജിക് പടമാണെന്ന് ആട് ഫ്രാഞ്ചൈസി അക്ഷരം തെറ്റാതെ വിളിക്കാമെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു.